അഭിവന്ദ്യരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ശ്രീമന്നാരായണീയത്തിലെ ഒരു ദശകം, ആദ്യത്തെ ദശകം നാം സമ്പൂർണമായി ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചു. ആദ്യത്തെ ക്ലാസ്സിൽ ഒരു ഐതിഹ്യത്തെക്കുറിച്ച് പിന്നീട് പറയാം എന്ന് പറഞ്ഞിരുന്നു. ഭക്തജനങ്ങളത് ഓർക്കുന്നുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ, സാക്ഷാത് ശ്രീ വേദവ്യാസ മഹർഷി തന്നെയാണ് മേൽപ്പുത്തൂർ നാരായണ ഭട്ടതിരിയായി അവതരിച്ച് ശ്രീമന്നാരായണീയം എന്ന ഗ്രന്ഥം രചിച്ചത് എന്നുള്ളതിന് പ്രമാണമായിട്ട് ഒരു ഗ്രന്ഥം, 3 അധ്യായങ്ങളുള്ള ഒരു ഗ്രന്ഥം നമുക്ക് കിട്ടുകയുണ്ടായി. 2004 അത് തൃശ്ശൂരിലെ സംസ്കൃത അക്കാദമി പ്രസിദ്ധീകരിച്ചത്. 2004 എന്നെ സംബന്ധിച്ചിടത്തോളവും വളരെ സന്തോഷമുള്ളൊരു വർഷമാണ്. കാരണം ആ വർഷത്തിലാണ് തിരുവനന്തപുരത്ത് ഞാൻ ആധ്യാത്മിക ക്ലാസ്സുകൾ തുടങ്ങുന്നത്. ബഹുമാനപ്പെട്ട സ്വാമിയാര്, നടുവിൽ മഠം അച്യുത ഭാരതി സ്വാമിയാര്, തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലി സ്വാമിയാരുടെ പൂർവാശ്രമത്തിലെ ഇല്ലത്തു നിന്നാണ് അങ്ങനെയൊരു ഗ്രന്ഥം കണ്ടുകിട്ടിയത്. അദ്ദേഹം അത് സംശോധനം ചെയ്തപ്പോൾ അത് നാരായണീയത്തിന്റെ മാഹാത്മ്യമാണ് എന്ന് മനസ്സിലായി. 3 അധ്യായങ്ങളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വളരെ പഴകിയ ഒരു ഗ്രന്ഥമായിരുന്നു അത്. നാരായണീയം ഇത്ര കണ്ട് പ്രചരിച്ചതിന് ശേഷമാണ് അത് നമ്മുടെ കൈകളിൽ എത്തുന്നത് എന്നുള്ളത് വളരെ ആശ്ചര്യകരവും സന്തോഷകരവുമായൊരു കാര്യമായിരുന്നു. അതിലെ വസ്തുതകളാണ് ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. മുനി അങ്കിരസ് നിർമ്മിച്ചതെന്ന് പരാമർശിക്കപ്പെട്ടിട്ടുള്ള ശ്രീമന്നാരായണീയ മാഹാത്മ്യം, അതായത് കൗത്സൻ തൻ്റെ ഗുരുനാഥനായ അങ്കിരസ് മഹർഷിയോട് കലിയിലെ അസഹ്യമായ ദോഷങ്ങളെ തരണം ചെയ്യുവാൻ കലികാലത്തുള്ള ജനങ്ങൾക്ക് എങ്ങനെ സാധ്യമാകും? ധാരാളം അതിദീർഘങ്ങളായ പുരാണങ്ങൾ ഉണ്ടാകും, പക്ഷേ കലിയുഗത്തിന് പറ്റിയതും ഭക്തിയും തത്വജ്ഞാനവും സമ്പാദിക്കുവാൻ സമർത്ഥമായിരിക്കുന്നതുമായ ഭക്തി സ്തോത്രകാവ്യം അത് എങ്ങനെയുണ്ടാകും? ജനങ്ങൾ ഈ കലിദോഷത്തിൽ നിന്ന് എങ്ങനെ രക്ഷ നേടും? ഇങ്ങനെയൊരു ഉപായം ആരാഞ്ഞു. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഗംഗാ യമുന സംഗമത്തിൽ നടന്ന അതിവിപുലമായ ഒരു പുരാണ സത്രത്തിൽ വന്നു ചേർന്ന ഋഷിമാർക്ക് സൂത പൗരാണികൻ പറഞ്ഞു കൊടുത്ത കഥയാണ് അങ്കിരസ് മഹർഷി കൗത്സന് വിവരിച്ചു കൊടുക്കുന്നത്. കലികാലത്ത് ഔഷധമായിട്ടുള്ള ഒരു ഗ്രന്ഥം ശ്രീമദ് ഭാഗവതം തന്നെ എങ്കിലും ശ്രീമദ് ഭാഗവതം 7 ദിവസം കൊണ്ട് പാരായണം ചെയ്യുന്നതിനോ ശ്രവിക്കുന്നതിനോ മനനം ചെയ്യുന്നതിനോ കലികാലത്തെ ജനങ്ങൾക്ക് തിരക്ക് കാരണം സാധ്യമല്ല. അപ്പോ അതിന് ഭാഗവതമല്ലാതെ മറ്റുപായവുമില്ല എന്നിരിക്കെ കലികാലം മൂർച്ഛിക്കുന്നതോടുകൂടി ഭാഗവതം ഒറ്റ ദിവസം കൊണ്ട് തന്നെ ശ്രവിക്കുവാൻ പാകത്തിന് വ്യാസമഹർഷി വീണ്ടും അവതരിച്ച് അതിനെ സംക്ഷേപിക്കും എന്ന് ഈ ഗ്രന്ഥത്തിൽ പ്രസ്താവിക്കുന്നു. സംക്ഷേപിക്കുമ്പോൾ പുരാണ സ്വഭാവത്തിനേക്കാളും കാവ്യസ്വരൂപമായിരിക്കണം അതിനുണ്ടാകേണ്ടത് എന്ന് സാക്ഷാത് ശ്രീനാരായണൻ വേദവ്യാസ മഹർഷിക്ക് ദർശനം കൊടുത്ത് വേദവ്യാസനോട് ആജ്ഞാപിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഭഗവാന്റെ ഒരു അനുഗ്രഹം വേദവ്യാസൻ അവിടെ കിട്ടുന്നുണ്ട്. ഹേ വ്യാസരെ, അങ്ങ് ഭാഗവതം നിർമ്മിച്ചു, ശരി, പക്ഷെ കലികാലത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഭാഗവതത്തെ അങ്ങ് ഒന്നുകൂടി ചുരുക്കി രചിക്കണം. വേദവ്യാസ മഹർഷി ഒരുപക്ഷെ അമ്പരന്ന് പോയി കാണും, അല്ലേ? അപ്പോ ആ ഭഗവാൻ തന്നെ അരുളി ചെയ്തു, അങ്ങ് തൻ്റെ അനുഗ്രഹത്താൽ തീർച്ചയായിട്ടും വീണ്ടും ജനിക്കും. എവിടെ? കേരളത്തിലെ പുണ്യപ്രദേശമായ നിളാനദീ തീരത്ത് അവതരിക്കും. തൻ്റെ തന്നെ പേരോടുകൂടിയായിരിക്കും അങ്ങ് അവിടെ അറിയപ്പെടുക. അനേകം ഗ്രന്ഥങ്ങൾ അങ്ങ് രചിക്കും. ഒടുവിൽ അങ്ങയ്ക്ക് യൗവനത്തിൽ വാദവ്യാധി ഉണ്ടായി വരും. അതിൽ നിന്ന് രക്ഷ നേടുവാനായി തൻ്റെ പരമഭക്തനായ രാമാനുജന്റെ നിർദ്ദേശപ്രകാരം
ഗുരുപവനപുരിയിലെത്തി തന്റെ ആജ്ഞ സ്മരിച്ചുകൊണ്ട് ഭാഗവത സംഗ്രഹമായ നാരായണീയം രചിക്കും. കലികാലത്ത് ഈ ഗ്രന്ഥം വളരെയധികം പ്രസിദ്ധമായി തീരും എന്നാണ് ഈ ഗ്രന്ഥത്തില് പറഞ്ഞിരിക്കുന്നത്. അതുപ്രകാരം, അതായത് ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ശ്ലോകങ്ങൾ 1-2 ഞാൻ ഭക്തജനങ്ങൾക്ക് വേണ്ടി ഇവിടെ വായിച്ചു തരാം. നിളാനദീ തീരത്തില് ബ്രാഹ്മണ കുലത്തില് ഭഗവാന്റെ തന്നെ പേരുകൊണ്ട് പ്രസിദ്ധനായിട്ട് അവതരിക്കുമെന്ന് പറഞ്ഞുവല്ലോ. അത് കഴിഞ്ഞിട്ട് തഥാപി സുബഹൂൻ ഗ്രന്ഥാൻ വിദ്വത്സൂതമനപ്രിയാൻ രചയൻ പവനവ്യാധി പീഡിതോധ ഭവിഷ്യതി. വിഷയാസക്തനെങ്കിലും വിദ്വാൻമാർക്കും കഥ പറയുന്നവർക്കും ഇഷ്ടമായ അനേകം ഗ്രന്ഥങ്ങളെ അങ്ങ് നിർമ്മിക്കവേ പിന്നീട് അങ്ങ് വാതരോഗത്താൽ പീഡിപ്പിക്കപ്പെടും. അപ്പോൾ തതോ രാമാനുജാഖ്യേന കേരളേഷു യശോവദ മദ്ഭക്തേനോപദിഷ്ടസ്ത്വം മദ്വാക്യം സംസ്മരിഷ്യസി. അതായത് കേരളത്തില് കീർത്തിമാനും ഭഗവാന്റെ പരമഭക്തനുമായ രാമാനുജൻ എന്നു പേരുള്ളവനാൽ ഉപദേശിക്കപ്പെട്ടവനായിട്ട് അങ്ങ് ഈ വാക്കിനെ ഓർക്കും. നാരായണാഭിസംബന്ധാത് ദ്വേധാസ്തോത്രമിദം മഹത്ത് നാരായണീയമിത്യേവ സർവത്ര വിദിതം ഭവേത്. 2 പ്രകാരത്തിൽ നാരായണ സംബന്ധം ഉള്ളതിനാൽ സർവഥാ മഹത്തായ ഈ സ്തോത്രം നാരായണീയം എന്നു തന്നെ എങ്ങും അറിയപ്പെടും. ഇത് ഭഗവാന്റെ വചനമാണ്. നാരായണീയം രചിച്ചു കഴിഞ്ഞ് മേൽപുത്തൂർ അവസാനം സമർപ്പിക്കുന്നത് നമുക്കറിയാം. ദ്വേധാ നാരായണീയം ശ്രുതിഷു ജനുഷാ സ്തുത്യതാവർണ്ണനേന സ്വേദം ലീലാവതാരേരിതമിഹ ഗുരുതാം ആയുരാരോഗ്യ സൗഖ്യം. അല്ലേ? അപ്പോൾ ഏതൊരു ഭക്തനും സത്യം പറഞ്ഞാൽ കോൾമയിർ കൊള്ളിക്കുന്ന രീതിയിലാണ് ഭഗവാന്റെ ഈ വാക്കുകൾ നമ്മുടെ ആ ഓർമ്മകളിലേക്ക് എത്തുന്നത്. ഇത് പ്രകാരം നമുക്ക് ബാക്കി ചരിത്രമൊക്കെ അറിയാം. മേൽപുത്തൂർ നാരായണ ഭട്ടതിരി കുറുമ്പത്തൂർ അംശം മലപ്പുറം ജില്ലയില് ഭാരതപ്പുഴയുടെ തീരത്ത് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു. അച്ഛൻ മാതൃദത്തൻ ഭട്ടതിരിപ്പാട്, അമ്മ പയ്യൂർ ഇല്ലത്ത് നിന്ന്, ജ്യേഷ്ഠൻ ദാമോദരൻ, അനുജൻ മാതൃദത്തൻ. വിദ്യാഭ്യാസം വളരെ നന്നായി നടന്നു. ചെറുതിലേ തന്നെ എല്ലാം നന്നായിട്ട് ഹൃദിസ്ഥമാക്കുന്ന സാമർഥ്യമുള്ള ബുദ്ധിമാൻ ആയ ഒരു ശിശു, ഒരു കുഞ്ഞ്. അതെങ്ങനെ വളർന്നു. 12 വയസ്സുകൊണ്ട് എല്ലാം പഠിച്ചു കഴിഞ്ഞു അത്രേ. വിവാഹം കഴിഞ്ഞു. സംസ്കൃത പണ്ഡിതനായ വൈദ്യനായ ജ്യോത്സ്യനായ അച്യുത പിഷാരോടിയുടെ മരുമകളായ മാളു പിഷാരസ്യാരെയാണ് വിവാഹം കഴിച്ചത്. ഭഗവാൻ അതിൽ അരുളി ചെയ്തതുപോലെ വിവാഹശേഷം ഭോഗലാലസമായ ജീവിതം നയിച്ചു. പിഷാരോടി ക്ലാസ്സുകളൊക്കെ ചെയ്യുന്ന ആചാര്യനായിരുന്നു. ഒരു ദിവസം രാവിലെ അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾക്കിടയിലൂടെ ഈ ഭട്ടതിരി വൈകി ഉണർന്ന് കടന്നു പോകുമ്പോൾ ഗുരു ആത്മഗതം ചെയ്തു അത്രേ. കഷ്ടം, നല്ലൊരു ബ്രാഹ്മണ ജന്മം കിട്ടിയിട്ട് ഇങ്ങനെ പാഴാക്കി കളയുന്നുവല്ലോ. ഭട്ടതിരിക്കത് മനസ്സിൽ നന്നായി തറച്ചു. അദ്ദേഹം വേഗം പോയി ശുചിയായി വന്ന് ഒരു ശ്ലോകമുണ്ടാക്കി ഗുരു സമക്ഷം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അത്രേ. മഗ്നം മഹാമോഹമയേ മഹാബ്ധോ മന്ദം മഹാത്മൻ മമതാകുലേന കൃപാപയോധേ മനസോദ്ധരാമം കൃതോടുപം ജ്ഞാനമയം പ്രപന്നം. ഞാന് ഇതാ മായ ബാധിച്ചവനായി വലഞ്ഞു, അങ്ങ് എന്നെ ഉദ്ധരിക്കണമേ എന്ന് ഗുരു ശിഷ്യനെ മാറോട് ചേർത്തു. അവിടെ നിന്ന് വീണ്ടും വിദ്യാഭ്യാസം ആരംഭിച്ചു. പ്രിയ ശിഷ്യനായി ഉത്തമനായി വളർന്നു. അപ്പോഴാണ് ഗുരുവിന് വാതരോഗം ബാധിക്കുന്നത്. കർമ്മവിപാകദാനത്തിലൂടെ ശിഷ്യൻ ഭട്ടതിരി അത് ഏറ്റെടുത്തു. രോഗനിവാരണത്തിനായിക്കൊണ്ട് ധാരാളം ഔഷധങ്ങൾ ചെയ്തു. പല മാർഗങ്ങൾ ശ്രമിച്ചു. ഒന്നിലും രോഗശാന്തി ഉണ്ടായില്ല.
ഭഗവാൻ നിശ്ചയിച്ചു വെച്ചിരിക്കുകയാണല്ലോ. ഒടുവില് അദ്ദേഹം മിടുക്കനാണ്. അദ്ദേഹത്തിന് ധാരാളം ശിഷ്യന്മാരുണ്ട്. തൻ്റെ 2 ശിഷ്യന്മാരെ അതാ രാമാനുജാചാര്യന്റെ അടുത്തേക്ക് എന്ത് ചെയ്യണം, ഇതിന് എന്താണ് രോഗശാന്തിക്ക് മാർഗം എന്നൊരു കുറിപ്പ് കൊടുത്തയച്ചു. അദ്ദേഹം മീൻ തൊട്ട് കൂട്ടാൻ പറയൂ എന്ന് മറുപടി അയച്ചു അത്രേ. മത്സ്യാവതാരം മുതലുള്ള ഭഗവാന്റെ അവതാര കഥകളെ വർണ്ണിക്കുകയാണ് ഈ പീഡയിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം തൻ്റെ അനുജനോടൊപ്പം അതാ ശ്രീ ഗുരുവായൂർ അമ്പലത്തില് ഭജനമിരിക്കുവാൻ വന്നു. തൻ്റെ ഉള്ളില് ഭാഗവതമുണ്ട്. ആ ഗ്രന്ഥത്തെ ചുരുക്കി സംഗ്രഹിച്ച് രചിക്കാം. ഒരു ദിവസം 10 ശ്ലോകങ്ങൾ. അതാണ് ദശം എന്നാൽ 10 ദശകങ്ങള്. ചിലപ്പോൾ 1 2 കൂടിപ്പോകും അല്ലെ. 100 ദിവസം 10 ശ്ലോകങ്ങൾ വീതം 1000 ശ്ലോക പുഷ്പങ്ങൾ സമർപ്പിക്കാം എന്ന് വിചാരിച്ചു. എങ്കിലും 1 2 കൂടിപ്പോയി 1034 ശ്ലോക പുഷ്പങ്ങൾ സമർപ്പിച്ചു. ഒരേ ഒരു ദശകത്തിൽ മാത്രം 9 ശ്ലോകങ്ങൾ. ദശകം 65. അങ്ങനെ അദ്ദേഹം 100-ാം ദിവസം കൊല്ലവർഷം 762 വൃശ്ചികം 28 അതാ ശ്രീമദ് നാരായണീയം സമ്പൂർണമായി രചിച്ച് സമർപ്പിക്കുകയാണ്. ആ ദിവസം 100-ാം ദിവസം ഏതൊരു ഭഗവാനുമായി സംവാദം നടത്തിക്കൊണ്ട് ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസൃതമായിട്ട് ഭഗവാൻ കൊടുത്ത വാക്കുകൾ കൊണ്ട് ഭഗവാനെ സ്തുതിച്ചുവോ, ഏതൊരു മൂർത്തിയെ മനസ്സിൽ ധ്യാനരൂപത്തിൽ ആഗ്രഹിച്ചിരുന്നുവോ ആ വേണുഗോപാല മൂർത്തിയായിട്ട് ഭഗവാൻ ഭട്ടതിരിയുടെ മുമ്പിൽ ദർശനം കൊടുത്തു. അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായ വലീലോപനീയം പീയൂഷാപ്ലാവിതോഹം തദനു തദുദരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗൈഃ അവീതം നാരദാദ്യൈർവിലസതുപനിഷത് സുന്ദരീ മണ്ഡലൈശ്ച. ഭട്ടതിരിക്ക് ആ ദിവ്യ ദർശനം നേടുവാൻ സാധിച്ചു. ഭക്തി കൊണ്ട് അദ്ദേഹം രോഗവിമുക്തനായി. പിന്നീട് 86-ാം വയസ്സില് വിഷ്ണു സായുജ്യം പ്രാപിച്ചു അത്രേ. അപ്പോ ശ്രീമദ് നാരായണീയം വിശ്വപീഡാപഹത്യ എല്ലാ ദുരിതങ്ങൾക്കും ഉള്ള മോചനത്തിനായിട്ടുള്ള ഒരു പ്രമാണ ഗ്രന്ഥമായിട്ട് ഇതാ വിളങ്ങി നിൽക്കുന്നു. തന്നിൽ തന്നെ ഇരിക്കുന്ന, നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഭഗവാനെ സാക്ഷാത്കരിക്കുവാൻ തന്നെയാണ് എല്ലാ ഗ്രന്ഥങ്ങളും നമ്മോട് ആവശ്യപ്പെടുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ശാസ്ത്രഗ്രന്ഥങ്ങളെല്ലാം തന്നെ. ശ്രീമദ് നാരായണീയത്തിന്റെ 1-ാം ദശകത്തിലെ 1-ാമത്തെ ശ്ലോകത്തില് ഈ 4 മഹാവാക്യങ്ങൾ, അതായത് ഗുരു കാരുണ്യം കൊണ്ട് ഏതൊരു ജ്ഞാനം, ഏതൊരു ബ്രഹ്മം നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നു എന്ന് നാം സാക്ഷാത്കരിക്കുന്നു, അതിനെ 4 മഹാവാക്യങ്ങൾ ഉപനിഷത്തുകൾ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. ആ വാക്യങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് അതിനെ മഹാകവി ഈ ഗ്രന്ഥത്തിലെ ഈ ശ്ലോകത്തിൽ അന്തർഭവിപ്പിച്ചിട്ടുണ്ട് എന്ന് ആചാര്യന്മാർ പറയും. നമുക്ക് അതുകൂടി ഒന്ന് നോക്കാം. ഒന്ന് പ്രജ്ഞാനം ബ്രഹ്മ, ഐതരേയോപനിഷത്തിലെ ലക്ഷണവാക്യം. അതായത് ഇതാണ് അത് എന്ന് ചൂണ്ടിക്കാണിച്ചു തരികയാണ് നമുക്ക്. ബ്രഹ്മം അഖണ്ഡമായ ജ്ഞാനമാകുന്നു. ഇത് തന്നെയാണ് സാന്ദ്രാനന്ദാവബോധാത്മകം എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നത്. രണ്ടാമത്തേത് തത്വമസി, തത് ത്വം അസി, ഛാന്തോഗ്യ ഉപനിഷത്തിലെ ഉപദേശവാക്യം. തത് എന്ന പദം കൊണ്ട് പരബ്രഹ്മത്തെ ഗ്രഹിച്ചിട്ട് ആ പരബ്രഹ്മം തന്നെയാണ് ത്വം എന്ന പദം കൊണ്ട് ഗ്രഹിക്കപ്പെടുന്ന ജീവൻ എന്നുള്ളതാണ് ഇതിലെ തത്വം. അപ്പോ അത് നീ തന്നെയാണ് എന്ന് ഗുരു പറയാണ്. ശിഷ്യന് മനസ്സിലായില്ലെങ്കിൽ അയമാത്മാ ബ്രഹ്മ, മാണ്ഡൂക്യോപനിഷത്തിലെ അനുസന്ധാന വാക്യം, ഇത് ഒന്നുകൂടി മനനം ചെയ്യുവാൻ, അതായത് ഈ ഭാഗം
ഗുരു പവനപുരേ എന്ന പദത്തില് പവനപുരം, പവനന്റെ പുരം, അതായത് പ്രാണന്റെ ക്ഷേത്രം എന്ന ശബ്ദത്തില് ശരീരം എന്നുകൂടി സ്വീകരിച്ച് ആ അർത്ഥത്തില് അന്തർഭവിപ്പിച്ചിരിക്കുന്നു. ബ്രഹ്മതത്വം ഗുരുപവനപുരത്തിലുണ്ട്, നമ്മുടെ ശരീരമാകുന്ന ക്ഷേത്രത്തില് ആത്മാവായിട്ടും വർത്തിക്കുന്നു. അപ്പോ ആ ബ്രഹ്മം ആത്മാവ് തന്നെയാണ്. ആ ആത്മാവില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? ഗുരുവായൂരപ്പൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് അനുഭൂതിയാകുന്നതാണ് അഹം ബ്രഹ്മാസ്മി ബൃഹദാരണ്യക ഉപനിഷത്തിലെ അനുഭൂതി വാക്യം. അഹം, ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് ആ ഒരു ബ്രഹ്മഭാവം ഉണ്ടായി ബ്രഹ്മമായി ചമയുന്ന അവസ്ഥ, ഇത് ഒരു പുരുഷാർത്ഥാത്മകം എന്നുള്ള അംശത്തില് അന്തർഭവിപ്പിച്ചിരിക്കുന്നു എന്ന് ആചാര്യന്മാർ പറയും. ഒരു ഗ്രന്ഥം പ്രാമാണികമാകണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ ഉണ്ടെന്ന് പറയും. 1, പ്രതിപാദ്യമായ വിഷയം. ഇവിടെ എന്താണ് വിഷയം? ബ്രഹ്മ തത്വം. അത് സാക്ഷാത്തായിട്ട് ഇതാ പ്രകാശിക്കുന്നു. ഇതിന്റെ പ്രയോജനം എന്താണ്? ഒരു പുരുഷാർത്ഥാത്മകം, പരമപുരുഷാർത്ഥമായ മോക്ഷം തന്നെ. എന്താണ് സംബന്ധം? ബോധ്യ ബോധക സംബന്ധം. അതായത് അറിയാൻ പോകുന്ന തത്വത്തിനും ആ ബോധമുണ്ടാകുന്ന ശാസ്ത്രത്തിനും തമ്മിലുള്ള ബന്ധം ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നു. ഇനി ഈ ഗ്രന്ഥം പഠിക്കുവാൻ, ഈ ശാസ്ത്രം പഠിക്കുവാൻ ആരാണ് അധികാരികള്? ഭാഗ്യവാന്മാരായ ജനങ്ങൾ. ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു, ഹന്ത ഭാഗ്യം ജനാനാം. ഇതാ ഈ കലികാലത്ത് ഈ ഭാരതഭൂവില് ഇവിടെ ജന്മം ലഭിക്കുകയും ഈ ഗ്രന്ഥത്തെ പഠിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ജനങ്ങൾ തന്നെയാണ് ഈ ഗ്രന്ഥത്തിന്റെ പഠിക്കുവാനുള്ള അധികാരികൾ. ജനങ്ങളുടെ ഭാഗ്യം ഹന്ത എന്ന് പറഞ്ഞുകൊണ്ടാണ് സമർപ്പിക്കുന്നത്. ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയ വാക്കുകളെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ചു കൊള്ളുന്നു. ഭക്തജനങ്ങൾക്ക് ഈ ചാനൽ പ്രയോജനമായി തോന്നുന്നുവെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിർദ്ദേശങ്ങൾ കമൻ്റായിട്ട് തീർച്ചയായിട്ടും ഏതൊരാൾക്കും ആ ഭക്തജനങ്ങളുടെ കമൻറ്റ് കാണുക വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഹൈപ്പ് ചെയ്ത് അനുഗ്രഹിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.